ഹലോ, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് തൈറോയിഡിൻ്റെ ചെക്കപ്പ്, അതായത് ബ്ലഡ് ടെസ്റ്റ് ഉള്ള ദിവസമായിരുന്നു. ഒരു മാസം ഗുളിക കഴിച്ചിട്ട് അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ടെസ്റ്റിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ദേവും കൂടി വന്നിട്ടുണ്ട്. അവൾ കുഞ്ഞിലേ കണ്ട് ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അത് അവൾക്ക് ഒന്നും കൂടെ നോക്കണം, കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതായിരുന്നു. നല്ല പേടിയാണ്, ആളിന് നല്ല പേടിയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ നല്ല കരച്ചിലായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. പിന്നെ നല്ല കൈവേദന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ATM-ലാണ് പോയത്. റിസൾട്ട് വൈകുന്നേരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നാളെ വന്ന് വാങ്ങാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ATM-ൽ പോയി. ATM-ൽ നിന്ന് പൈസയൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് നാളായി ഒരു ചപ്പട്ട ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. കടയിൽ കയറി അവിടെ നിന്ന് ചെരുപ്പ്, ഓഫറിൻ്റെ ചെരുപ്പ് മേടിക്കാനാണ് പോയത്. പക്ഷേ ഓഫറിനുള്ള ചെരുപ്പൊന്നും എനിക്കിട്ടാൽ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ അല്ലാത്തൊരു ചെരുപ്പാണ് വാങ്ങിയത്. അല്ലാത്ത ചെരുപ്പ് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഓഫറിൻ്റെ ചെരുപ്പാണ് എപ്പോഴും വാങ്ങുന്നത്. എനിക്ക് നല്ല ലാസ്റ്റ് ചെയ്യാറുമുണ്ട് അങ്ങനെയുള്ള ചെരുപ്പുകൾ. അപ്പോൾ ഇപ്പോൾ ഒരു 300 രൂപയുടെ ഒരു ചെരുപ്പ് വാങ്ങി. സാധാരണ അങ്ങനെ ഞാൻ വാങ്ങാറില്ല. എപ്പോഴും 150, 200 ആ റേഞ്ചിനുള്ള ചെരുപ്പുകളൊക്കെ വാങ്ങാറുള്ളൂ. അത് ഒരുപാട് നാൾ ഞാൻ യൂസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലൈനിങ്ങൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ കുറച്ച് ലൈനിങ്ങൊക്കെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിലത്തേക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് സപ്ലൈകോയിലാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് ദേവുവിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്ലൈകോയിൽ വരുമ്പോഴത്തേക്കും ഞാൻ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് വരാറുള്ളത്. ഇല്ലെങ്കിൽ പകൽ സാധനങ്ങളും അവിടെ കിടക്കത്തേ ഉള്ളൂ, ബാക്കി മാത്രമേ വീട്ടിലെത്തത്തുള്ളൂ. ഞാൻ മറന്നു പോകും. വാങ്ങിക്കാനുള്ള ഏതൊക്കെ സാധനങ്ങളൊന്നും ഓർത്ത് വെച്ചാലും ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് പോവാറ്. അപ്പോൾ ഇതാണ് കല്ലത്ത സപ്ലൈകോ. ഇവിടെയാണ് ദേവുവിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ദേവുവിൻ്റെ കണ്ണൻ ചേട്ടനും അനൂപ് ചേട്ടനും. ഇവരുമായിട്ട് ദേവു നല്ല കമ്പനിയാണ്, ഞങ്ങളും നല്ല കമ്പനിയാണ്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ദേവു അവരെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോഴേ കണ്ണൻ അവിടെ നിന്ന് സ്കിപ്പായി കളഞ്ഞു. ഇതാണ് അശ്വതി ചേച്ചി. ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. കാരണം എന്ന് വെച്ചാൽ ദേവുവിൻ്റെ അമ്മ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരെയും അറിയാം. കുറേ വർഷങ്ങളായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടയിൽ പോവാറുണ്ട്, സാധനങ്ങൾ വാങ്ങാറുണ്ട്. എല്ലാ മാസവും ഞാൻ പോവാറുണ്ട്. അതിനുശേഷം നമ്മൾ കുറേ നാളായി ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ട്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഞാൻ വന്നത്. ആഹാരം കഴിക്കാതെയാണ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡ് വാങ്ങി കഴിച്ചു. ഫ്രൂട്ട് സലാഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവ് പറയുന്നത് നല്ല തണുപ്പത്താണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ അവൾക്ക് തൊണ്ട വേദന ചെറുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊണ്ടവേദന ആയിട്ടാണ് കഴിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ ആണ്. അത് ഒരു 19K വ്യൂസ് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അത് അറിഞ്ഞത് പോലും ഇല്ല. അത് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ അത് കണ്ടത് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആച്ചൂസിനൊരു ഫ്രൂട്ട് സലാഡ് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.